വീണ്ടും ഇന്ത്യ വീണ്ടും സഞ്ജു സാംസൺ തുടർച്ചയായി 3 മത്സരങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും ഉയർന്ന റൺസ് സമ്മാനിക്കുന്ന ഒരു ബാറ്ററായിട്ട് നമ്മുടെ സഞ്ജു സാംസൺ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ ന്യൂസിലാൻഡ് T20 വേൾഡ് കപ്പ് ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ സഞ്ജു സാംസൺ വീണ്ടും നമ്മുടെ ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചിരിക്കുകയാണല്ലോ. 89 റൺസിനാണ് ഇത്തവണ സഞ്ജു സാംസൺ പുറത്തായിരിക്കുന്നത്. 46 പന്തിൽ 89 റൺസ്, 8 സിക്സ്, 5 4 അടങ്ങിയ ഒരു കിഡിലൻ ഇന്നിംഗ്സ്. 193 സ്ട്രൈക്ക് റേറ്റോട് കൂടിയാണ് സഞ്ജു സാംസൺ ഔട്ടായത്. ഇത്തവണയും സഞ്ജു ചെറിയ രീതിയിൽ നിരാശപ്പെടുത്തിയെന്ന് പറയാവുന്നത് സഞ്ജു സാംസണ് സെഞ്ചുറി കിട്ടിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. തുടർച്ചയായി 3 മത്സരങ്ങളിലും ഡിസർവ് ചെയ്ത ആ സെഞ്ചുറിയിലേക്ക് സഞ്ജു സാംസൺ എത്താൻ കഴിഞ്ഞില്ല എന്നൊരു ചെറിയ സങ്കടവും നിരാശയും മാറ്റി നിർത്തിയാൽ സഞ്ജു സാംസന്റെ ആറാട്ട് വീണ്ടും ഒരിക്കൽ കൂടി തുടർച്ചയായുള്ള 3ാമത്തെ ഇന്നിംഗ്സിലും T20 വേൾഡ് കപ്പിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായി 97 റൺസോടെ പല റെക്കോർഡുകളും തിരുത്തി കുറിച്ച സഞ്ജു സാംസൺ ഇപ്പോഴത്തെ ഫൈനലിലെ 89 റൺസ് പ്രകടനത്തോടെ വീണ്ടും പല റെക്കോർഡുകൾ നേടിയെടുത്തിരിക്കുകയാണ്. T20 വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിൽ ഒരു ഇന്ത്യൻ ബാറ്ററുടെ ഏറ്റവും ഉയർന്ന റൺസാണ് സഞ്ജുവിലൂടെ ഇന്ന് നാം കണ്ടിരിക്കുന്നത്. കോഹ്ലിയുടെ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത്. അതുപോലെ വിരാട് കോഹ്ലിയുടെ മറ്റൊരു റെക്കോർഡ് കൂടി മറികടന്നിരിക്കുകയാണ്. ഒരു T20 വേൾഡ് കപ്പ് സീസണിലെ ഏറ്റവും ഉയർന്ന റൺസ് നേടിയെടുത്ത ഇന്ത്യൻ താരം ഇന്നലെ വരെ വിരാട് കോഹ്ലി ആയിരുന്നു. 319 റൺസായിരുന്നു അദ്ദേഹം നേടിയെടുത്തത്. ആ റെക്കോർഡ് ഇപ്പോഴത്തെ 5 ഇന്നിംഗ്സ് കളിച്ചപ്പോൾ സഞ്ജു സാംസൺ 321 റൺസ് എടുത്തതോടെ മറികടന്നിരിക്കുകയാണ്. ഇനി അടുത്തൊരു നേട്ടത്തിലേക്ക് വന്നാൽ ഒരു T20 വേൾഡ് കപ്പിൽ ഒരു മത്സരത്തിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയെടുത്ത ടോപ്പ് 5 താരങ്ങളുടെ പട്ടികയിൽ 3 സഞ്ജു സാംസന്റെ പേരാണ് വന്നിരിക്കുന്നത്. 1ാം സ്ഥാനത്ത് സുരേഷ് റൈന 101 റൺസാണ് നേടിയെടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ സഞ്ജുവിന് അതും മറികടക്കാമായിരുന്നു എന്നാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. എന്തായാലും സഞ്ജുവിന് വേണ്ടിയല്ല കളിക്കുന്നത്, ഇന്ത്യക്ക് വേണ്ടിയാണ് കളിക്കുന്നത് എന്നാണ് സഞ്ജു. അദ്ദേഹത്തിന്റെ T20 വേൾഡ് കപ്പിലെ അവസാന 3 മത്സരങ്ങളിലെ ആ ഒരു ഇന്നിംഗ്സ്, റൺസ്, അതോടൊപ്പം തന്നെ ആ ഡിസ്മിസൽസ് എല്ലാം തന്നെ തെളിയിക്കുന്നത്. ഇനി ഇന്നത്തെ ഫൈനൽ മത്സരത്തിലേക്ക് വന്നാൽ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് 256 റൺസ് ലക്ഷ്യം വെച്ചിറങ്ങിയ ന്യൂസിലൻഡിന് 4 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. 70-ൽ പരം റൺസേ നേടിയിട്ടുള്ളൂ. ഇന്ത്യ ഫൈനലിൽ കപ്പ് ഉറപ്പാക്കിയെന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തായാലും സഞ്ജു ഇനി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആകുമോ, പ്ലെയർ ഓഫ് ദി മാച്ച് ആകുമോ എന്നൊക്കെയാണ് നാം ഉറ്റുനോക്കുന്നത്. പ്ലെയർ ഓഫ് ദ മാച്ച് ആകുകയാണെങ്കിൽ ഹാട്രിക്ക് 50 നേടിയെടുത്ത സഞ്ജു സാംസൺ ഹാട്രിക്ക് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്.